അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1286, സൂറത്തു തൗബ 32-33 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. യുരീദൂന അൻ യുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഅബല്ലാഹു ഇല്ലാ അൻ യുതിമ്മ നൂറഹു ويأبى الله إلا أن يتم نوره ولو كره الكافرون. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. യുരീദൂന അവരുദ്ദേശിക്കുന്നു അയ്യുത്ഫിഉ നൂറല്ലാഹ് അല്ലാഹുവിന്റെ പ്രകാശത്തെ കെടുത്തിക്കളയാൻ, ബിഅഫ്വാഹിഹിം അവരുടെ വായ കൊണ്ട് കെടുത്തിക്കളയാൻ അവരുദ്ദേശിക്കുന്നു. വയഅബല്ലാഹു അല്ലാഹു ആവട്ടെ അവൻ വിസമ്മതിക്കുന്നു, ഇല്ലാ അയ്യുത്തിമ്മ നൂറഹു അവന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കലിനെ അല്ലാതെ. വലൗ കരിഹൽ കാഫിറൂൻ സത്യനിഷേധികൾ അത് വെറുത്താലും ശരി. സത്യനിഷേധികൾക്ക് ഇഷ്ടമില്ലെങ്കിലും അള്ളാഹുവിന്റെ പ്രകാശത്തെ സമ്പൂർത്തീകരിക്കുക എന്നതാണ് പടച്ചോന്റെ തീരുമാനം. എന്നാൽ എങ്ങനെയെങ്കിലും തങ്ങളുടെ വായ കൊണ്ട് ആ പ്രകാശത്തെ കെടുത്തിക്കളയാൻ സാധിക്കുമോ എന്ന പരിശ്രമത്തിലാണ് സത്യനിഷേധികളായ ആളുകൾ ഉള്ളത്. പക്ഷെ അവരുടെ പരിശ്രമത്തിൽ അവർ അമ്പേ പരാജയപ്പെട്ടു പോകും എന്ന് അള്ളാഹു പ്രഖ്യാപിക്കാൻ. ഹുവ അല്ലാഹു അല്ലദീ ഒരു തമ്പുരാനാണ്, അർസല റസൂലഹു ബിൽ ഹുദാ സന്മാർഗവുമായി തന്റെ ദൂതനെ ആ അല്ലാഹു തആല നിയോഗിച്ചു പ്രവാചകനായിട്ട്. വദീനിൽ ഹഖ് സത്യ മതവുമായിട്ട് അല്ലാഹു തആല പ്രവാചകനെ നിയോഗിച്ചു. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി എല്ലാ മതങ്ങളെക്കാളും ഈ മതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിച്ചു നിർത്താൻ. വലൗ കരിഹൽ മുശ്രികൂൻ ബഹുദൈവാരാധകന്മാർ അത് വെറുത്താലും ശരി. ബഹുമാനപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂക്തങ്ങളിലൂടെ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ നമ്മളെല്ലാവരും കൃത്യമായി മനസ്സിലാക്കേണ്ട സംഗതികൾ തന്നെയാണ്. ഇവ കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ വിശദീകരിച്ചല്ലോ. വേദക്കാരായിട്ടുള്ള ആളുകൾ വളരെ കടുത്ത നിലവാര തകർച്ചയുടെ ശൈലികൾ അവർ സ്വീകരിച്ചു. അങ്ങനെ ഉസൈർ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മകനാണെന്ന് പറഞ്ഞവർ യഹൂദികളിലും, ഈസാ അലൈഹിസ്സലാം പടച്ചവന്റെ മകനാണെന്ന് പറഞ്ഞവർ ക്രിസ്ത്യാനികളിലും ഉടലെടുത്തു. എന്നാൽ അത് അത്തരത്തിലുള്ള അബദ്ധ വർത്തമാനങ്ങൾ മുമ്പ് പലരും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അബദ്ധങ്ങൾ ഇവരും ആവർത്തിച്ചു എന്നേ ഉള്ളൂ. വാസ്തവത്തിൽ പടച്ചതമ്പുരാന്റെ കോപത്തിനിരയാവാൻ മാത്രം അവരെ പ്രാപ്തമാക്കുന്ന ഗൌരവതരമായ വാക്കുകളാണത്. അത്തരമൊരു അബദ്ധത്തിലേക്കും അരുതായ്മയിലേക്കും അവരെത്തിയത് ക്രിസ്ത്യൻ പുരോഹിതന്മാരെയും അതേപോലെ തന്നെ ജൂത പണ്ഡിതന്മാരെയും അവരെന്തു പറഞ്ഞാലും അത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് മനസ്സിലാക്കി വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനേക്കാൾ സ്ഥാനം ഈ പുരോഹിതന്മാർക്കും പണ്ഡിതന്മാർക്കും കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്ന എല്ലാ വിവരക്കേടുകൾക്കും പൂർണ്ണ സപ്പോർട്ട് നൽകിയതിന്റെ ദുരന്തമാണ് അത് മുഖേന ഉണ്ടായത് എന്നായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ആയത്തുകളിൽ വിശദീകരിച്ചത്. അതിന് തുടർച്ചയായിട്ട് റബ്ബ് പറയാണ്, യുരീദൂന ഈ വേദക്കാരായിട്ടുള്ള നിഷേധികൾ അതേപോലെ തന്നെ ഉള്ള ധിക്കാരികൾ അവരുദ്ദേശിക്കുന്നു. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറഞ്ഞു, യുരീദു ഹൗലാഇൽ കുഫാറു മിനൽ മുശ്രിക്കീന വഅഹ്ലിൽ കിതാബ് ബഹുദൈവാരാധകന്മാരിൽപ്പെട്ട നിഷേധികളും അതേപോലെ വേദക്കാരിൽപ്പെട്ട നിഷേധികളും അവർ രണ്ടു കൂട്ടരും ഉദ്ദേശിക്കുന്നു അയ്യുത്ഫിഉ നൂറല്ലാഹ് അല്ലാഹുവിന്റെ പ്രകാശത്തെ അവർ കെടുത്തിക്കളയാൻ ഉദ്ദേശിക്കുന്നു. പ്രകാശം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന മാ ബഅസ ബിഹി റസൂലഹു മിനൽ ഹുദാ വദീനിൽ ഹഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു സന്ദേശവും ഏതൊരു പ്രത്യയശാസ്ത്രവുമായിട്ടാണോ തന്റെ ദൂതൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചത്, ആ നിയോഗിച്ച സന്മാർഗത്തിന്റെയും യഥാർത്ഥ മതത്തിന്റെയും സന്ദേശങ്ങൾ, ആ സന്ദേശങ്ങളാണ് അല്ലാഹുവിന്റെ പ്രകാശം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ ഊതിക്കെടുത്താൻ അവരുദ്ദേശിക്കുന്നു. എങ്ങനെ? മുജറദ് ജിദാലിഹിം വഫ്തിറാഇഹിം അവരുടെ കുതർക്കങ്ങളും അതേപോലെ അവർ സ്വമേധയാ മെനഞ്ഞുണ്ടാക്കിയിട്ടുള്ള തെറ്റായ ചിന്താഗതികളും മുഖേന അവർ സമൂഹത്തിന്റെ മനസ്സിലേക്ക് സംശയങ്ങൾ കോരിയിടാൻ പറ്റും വിധത്തിലുള്ള
എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ പടർത്താൻ ശ്രമിക്കുന്നു. സത്യവും ശരിയും ഏതാണെന്ന് മനസ്സിലായിട്ടും ആ സത്യത്തിനെതിരെയുള്ള കുതന്ത്രങ്ങളും തർക്കങ്ങളുമായിട്ട് അവർ രംഗത്ത് വരുന്നു. അത്തരത്തിലുള്ള തർക്കങ്ങളുമായി രംഗത്ത് വരുന്ന അവരുടെ ഉദ്ദേശ്യം എന്താണ്? ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പരമാവധി കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് ഏതെങ്കിലും ഒരാളുടെ മനസ്സിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം ചെയ്ത ഇസ്ലാമിന്റെ മഹിതമായ ആശയങ്ങൾ ശരിയല്ല എന്നൊരു തോന്നലുണ്ടാക്കാൻ സാധിച്ചാൽ ഞങ്ങൾ വിജയിച്ചു. ഇതാണ് അവരുടെ നിലപാട്. അതിനുവേണ്ടിയാണ് അവർ കുതർക്കങ്ങൾ നടത്തുന്നത്. അതിനുവേണ്ടിയാണ് അവർ കുറെ തെറ്റായ ആശയങ്ങൾ കെട്ടിയുണ്ടാക്കി പറയുന്നത്. എന്നാൽ അങ്ങനെ കെട്ടിയുണ്ടാക്കി പറഞ്ഞാൽ ഇസ്ലാമാകുന്ന ഈ പ്രകാശം കെട്ടുപോകും എന്നാണ് അവർ ധരിച്ചു വച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ അവരുടെ അവസ്ഥ എന്താ? ഫമസലുഹും ഫീ ദാലിക, ഇസ്ലാമാകുന്ന അല്ലാഹു തആല സ്പോൺസർ ചെയ്ത ഈ പ്രകാശം കെടുത്തിക്കളയാൻ ഉദ്ദേശിക്കുന്നവരുടെ ഉദാഹരണം കമസലി മൻ യുരീദു അൻ യുത്ഫിയ ശുആഅ അശംസി ഔ നൂറൽ ഖമരി ബിനഫ്ഖിഹി വഹാദാ ലാ സബീല ഇലൈഹി. അല്ലാഹുവിന്റെ പ്രകാശമാകുന്ന അവന്റെ ദീനിന്റെ സന്ദേശങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് പ്രകാശനം ചെയ്തു. ആ പ്രകാശത്തിലൂടെ സഞ്ചരിക്കാൻ ഒരാൾക്ക് ഭാഗ്യം ലഭിച്ചാൽ, ആ പ്രകാശത്തിലൂടെ സഞ്ചരിക്കാനുള്ള സന്മനസ്സുണ്ടായാൽ അവന്റെ മുന്നിൽ ഇരുളടഞ്ഞുപോയ ഒട്ടനവധി സന്ദേശങ്ങളുടെ കൃത്യമായിട്ടുള്ള അനാവരണം നടക്കും. ശരിയായ റൂട്ട് സെലക്ട് ചെയ്യാനുള്ള വഴികൾ അവന് തുറന്നു കിട്ടും. അവൻ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിലേക്ക് ചേക്കേറാൻ ആവശ്യമായ വഴികൾ അവന്റെ മുന്നിൽ മലർക്കെ തുറക്കപ്പെടും. അതേസമയത്ത് ആ പ്രകാശം ഊതിക്കെടുത്തണം. ഞങ്ങൾ നേരത്തെ മെനഞ്ഞുണ്ടാക്കിയ ആ കുഫറും അതേപോലെ അവിശ്വാസവും സത്യനിഷേധവും അതുതന്നെ ലോകത്ത് നിലനിൽക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ അല്ലാഹു തആല അവരെ ഉപമിക്കുന്നത് ആരോടാണ്? ഫമസലുഹും ഫീ ദാലിക, ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്തണമെന്നുദ്ദേശിക്കുന്ന ആളുകളുടെ ഉദാഹരണം കമസലി മൻ യുരീദു അൻ യുത്ഫിയ ശുആഅ അശംസി, സൂര്യന്റെ പ്രകാശരശ്മികളെ കെടുത്തിക്കളയാൻ ഉദ്ദേശിക്കുന്നവന്റെ ഉപമ പോലെയാണ്. സൂര്യന്റെ പ്രകാശരശ്മികൾ ഇങ്ങനെ ഊതിക്കെടുത്താൻ ശ്രമിക്കുക ഒരാള്, എവിടെ നിന്നിട്ട്? ഭൂമിയിൽ നിന്നിട്ട്. അതുകൊണ്ട് സൂര്യന്റെ പ്രകാശം എടുത്തു കളയാൻ പറ്റുമോ ഈ സാധുവിന്? സാധിക്കില്ല. അതേപോലെ നൂറൽ ഖമരി, അല്ലെങ്കിൽ ചന്ദ്രന്റെ പ്രകാശം, രാത്രിയിൽ ചന്ദ്രൻ പ്രകാശിക്കുമ്പോൾ ആ പ്രകാശം ഊതിക്കെടുത്താൻ ഉദ്ദേശിക്കുന്നു. എങ്ങനെ? ബിനഫ്ഖിഹി, അവന്റെ ഒരു ഊത്തുകൊണ്ട്. സൂര്യനിങ്ങനെ വെളിച്ചം വിതറി നിൽക്കുന്ന സമയത്ത് കത്തിത്തിളങ്ങി നിൽക്കുമ്പോ സൂര്യനെ നേരെ നോക്കിയിട്ട് അവനൊന്ന് ഊതി, ഈ ഊത്തോടുകൂടെ ആ വിളക്ക് കെട്ടുപോകണമെന്ന് അവനുദ്ദേശിച്ചാൽ അത് പോസിബിൾ ആണോ? അല്ല. അത് നടക്കുമോ? നടക്കൂല. ഇതേപോലെ ചന്ദ്രൻ 14-ാം രാവിന്റെ പൂർണ്ണ ചന്ദ്രൻ അത് ആകാശത്തിങ്ങനെ പ്രകാശം പരത്തി നിൽക്കുമ്പോ ആ ചന്ദ്രന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ഭൂമിയിൽ നിന്നൊരാൾ മേലോട്ട് നോക്കിയിട്ടൊന്ന് ഊതിയാൽ ആ ഊത്തുകൊണ്ട് ചന്ദ്രന്റെ പ്രകാശത്തിന് എന്തെങ്കിലും മങ്ങലേൽപ്പിക്കാൻ സാധിക്കുമോ? നോ, സാധിക്കില്ല. ഇതുപോലെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന വിശുദ്ധ ഇസ്ലാമിന്റെ മഹിതമായ സന്ദേശങ്ങളും ഋജുവായ ആശയങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രബോധനം ചെയ്യിച്ചു. ആ പ്രബോധനം ചെയ്ത ശരിയായ ആശയങ്ങളുടെ അന്തസത്ത ഉൾക്കൊണ്ട് ജീവിക്കാൻ ഒരാൾ തയ്യാറായാൽ എല്ലാ രംഗത്തും ശരിയായ റൂട്ടിലേക്കുള്ള ടോർച്ചടിക്കലായി അതിന്റെ പ്രതിഫലനം അവന്റെ ജീവിതത്തിൽ കാണാനാവും. എന്നാൽ ആ പ്രകാശത്തെ ഊതിക്കെടുത്തി നേരത്തെ ഇവർ നിലനിന്നുകൊണ്ടിരുന്ന വഴികേടിന്റെ, കുഫറിന്റെ, നിഷേധത്തിന്റെ ആ ഇരുട്ട് തന്നെ സജീവമാക്കി നിലനിർത്തണം എന്നിവർ പരിപാടിയിടുന്നു. എന്നാൽ അവഹാദാല സബീലയിലേഹി, ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറയുന്നു, അത്തരത്തിൽ അവരുണ്ടാക്കിക്കൊണ്ടുവന്ന ഈ അജണ്ട വർക്കൌട്ടാവാൻ യാതൊരു വഴിയും ഒരു മാർഗവും അവരുടെ മുന്നിലില്ല. കാരണം എന്താ? അല്ലാഹു തആലാന്റെ തീരുമാനം എന്താണ്? ഫകദാലിക മാ അർസലല്ലാഹു ബിഹി റസൂലഹു ലാ ബുദ്ദ അൻ യുതിമ്മ വയുൽഹിറ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ആ പ്രഖ്യാപിച്ചിട്ടുള്ള, നബി തങ്ങളെ നിയോഗിച്ചിട്ടുള്ള മഹിതമായ ആശയം, ആ ആശയങ്ങളുമായി റസൂലുള്ളാഹിയുടെ പ്രബോധനം തടയാൻ ഇവരുദ്ദേശിച്ചാലും അതിനെ ബ്ലോക്ക് ചെയ്യണമെന്ന് അവർ തീരുമാനിച്ചാലും പടച്ചോന്റെ തീരുമാനം എന്താ? ഈ പ്രകാശത്തെ ഉത്തരോത്തരം ഉയർത്തിക്കൊണ്ടുവന്ന് അതിന്റെ സമ്പൂർത്തീകരണം പ്രഖ്യാപിച്ച് മാലോകരുടെ മുന്നിലെല്ലാം ഈ മഹിതമായ ഇസ്ലാമിന്റെ ആശയങ്ങൾ പ്രഖ്യാപിക്കപ്പെടാനുള്ള സാഹചര്യം ഒരുക്കുമെന്നാണ്.
അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വയഉബല്ലാ, ഇവരുദ്ദേശിക്കുന്ന അവരുടെ വായ കൊണ്ട്, അതായത് അവർ കുറെ കുതർക്കങ്ങൾ നടത്തി, അവർ കുറെ ദുരാരോപണങ്ങൾ ഉന്നയിച്ചു. ആ ദുരാരോപണങ്ങളിലൂടെ ഞങ്ങളിങ്ങനെ ആരോപണം ഉന്നയിച്ചാൽ ഇസ്ലാം ആകെ തകർന്നു പോകും എന്ന് ധരിച്ചു വെച്ചു കുറെ സാധുക്കൾ. ഇന്നുണ്ടല്ലോ അങ്ങനത്തെ കുറെ സാധുക്കളായിട്ടുള്ള മനുഷ്യന്മാര്. ഞങ്ങള് ക്ലബ് ഹൌസിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ കയറിയിട്ട് ഇസ്ലാമിനെതിരെ കുറച്ച് പുലഭ്യം വിളിച്ചു കൂവിയാൽ, ഇസ്ലാം പുരോഗമനത്തിനെതിരാണ് എന്ന് പറഞ്ഞാൽ, ഇസ്ലാം സ്ത്രീകളെ അടുക്കളപ്പുഴുക്കളാക്കി വെക്കുകയാണ് എന്നൊന്ന് ആക്ഷേപിച്ചാൽ, ഇസ്ലാം ഞങ്ങളെ ഒരിക്കലും തന്നെ ആ നീതിയുടേതായിട്ടുള്ള സന്ദേശങ്ങളുടെ ഭാഗമല്ല എന്ന് ഞങ്ങളങ്ങ് വിളിച്ചു പറഞ്ഞാൽ, അതോടുകൂടെ ഇസ്ലാം അങ്ങ് തകർന്നു പോകുമെന്ന് കണക്കുകൂട്ടിയിട്ടുള്ള ചില സാധുക്കൾ ഇപ്പോഴും പണിയെടുക്കുന്നുണ്ടല്ലോ. പക്ഷെ ആ ആളുകളുടെ തന്നെ വാക്കുകളിലൂടെ, അവരുടെ തന്നെ വരികൾക്കിടയിലൂടെ അവരുന്നയിക്കുന്ന ആശയങ്ങളിൽ അവർക്ക് ആത്മാർത്ഥതയില്ലെന്ന് തെളിയുകയും അവസാനം ഈ ഇസ്ലാമിനെ വിമർശിക്കുന്ന വിമർശനങ്ങളുടെ അതുമായി ബന്ധപ്പെട്ട് അവർ കെട്ടിയുണ്ടാക്കിയ ചോദ്യശരങ്ങളുടെ മുന്നിൽ അവർക്ക് തന്നെ വേർക്കേണ്ടി വരുന്ന ദുരന്ത കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അള്ളാഹു പറയുന്നത്. അവരവരുടെ വായ കൊണ്ട് ഈ പ്രകാശത്തെ ഊതിക്കെടുത്താൻ അവർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും അല്ലാഹു തആല പക്ഷേ ലാബുദ്ദ യുത്തിമ വയുൽഹിറ, ഈ പ്രകാശത്തെ അല്ലാഹു തആല പൂർത്തീകരിക്കുകയും അതെല്ലാവരുടെ മുന്നിലും അല്ലാഹു തആല പ്രൊജക്ട് ചെയ്യുകയും ചെയ്യാതിരിക്കില്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല അവരുടെ താൽപര്യത്തിന് വിരുദ്ധമായി എന്ത് പറഞ്ഞത്? വയഉബല്ലാഹ്, അല്ലാഹു തആല വിസമ്മതിക്കുകയാണ്, ഇല്ല അയ്യുത്തിമ നൂറഹു, അവന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കലിനെ അല്ലാതെ. അതായത് അല്ലാഹു തആല അവന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന്റെ പ്രബോധനവുമായി മക്ക രാജ്യത്ത് കടന്നു വന്നപ്പോ 40 വയസ്സുവരെ സമാദരണീയനായി ജനങ്ങൾക്കിടയിൽ ജീവിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് അവരുടെ കണ്ണിലെ കരടായും അവരുടെ ആജീവനാന്ത ശത്രുവായും പ്രഖ്യാപിക്കാൻ മാത്രം അവർക്ക് നബിതങ്ങളോടുള്ള ശാസ്ത്രവം വളർന്നു. അങ്ങനെ നബിതങ്ങളോടുള്ള ശാസ്ത്രവം വളർന്ന് നബിതങ്ങൾക്കെതിരെ, നബിതങ്ങളുടെ കൂടെ കൂടുന്ന വിശ്വാസികൾക്കെതിരെ, നബിതങ്ങളുടെ കൂടെ വിശ്വാസമില്ലെങ്കിൽ പോലും നബിതങ്ങൾക്ക് മോറൽ സപ്പോർട്ട് കൊടുക്കുന്ന അബൂ താലിബ് അടക്കമുള്ള ഖുറൈശി ലീഡേഴ്സിന്റെ കൂട്ടത്തിലുള്ള നല്ലവരായ ആളുകൾക്കെതിരെ അതിശക്തമായ നിലപാടുമായിട്ട് അവർ രംഗത്ത് വന്നു. അങ്ങനെ രംഗത്ത് വന്നിട്ട് ഞങ്ങളിങ്ങനെ ഇவ்விധം ഇസ്ലാമിനെയും അതേപോലെ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവരെയും ഒന്ന് പീഡിപ്പിക്കാനും അവരെ ഞെക്കി ഞെരുക്കി അവരെ ഈ മതത്തിന്റെ ബൗണ്ടറിക്ക് പുറത്തെത്തിക്കാനും പരിശ്രമിച്ചാൽ ഈ പ്രസ്ഥാനം എന്നോ തകർന്നടിയുമെന്ന് അവർ കണക്കുകൂട്ടി. പക്ഷെ അവരുടെ കണക്കുകൂട്ടലുകളെല്ലാം തകർന്നു എന്ന് മാത്രമല്ല, ഓരോ ദിനവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സത്യസന്ധതയും അള്ളാഹുവിന്റെ റസൂൽ പ്രബോധനം ചെയ്യുന്ന വിശുദ്ധ ഇസ്ലാമിന്റെ മഹിതമായ സന്ദേശങ്ങളുടെ ആധികാരികതയും ബോധ്യപ്പെട്ട് ഓരോരുത്തരായി ഇസ്ലാമിലേക്ക് കടന്നുവരികയാണ്. ഒരു ദിവസം നബിതങ്ങളുടെ ശക്തനായിട്ടുള്ള വിമർശകനായി എത്രയോ കാലമായി ജീവിക്കുന്ന ആള് കാണാം. ഒരു ദിവസം നേരം വെളുക്കുമ്പോ ഇസ്ലാമിന്റെ മുസ്ലിമിന്റെ ആ കൂടെ ഇരിക്കുന്നു, ഇസ്ലാമിന്റെ പാളയത്തിലേക്ക് വരുന്നു. അദ്ദേഹത്തോട് എന്തേ നിങ്ങൾ ഇങ്ങനെ കാലുമാറാൻ കാരണമെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, ഈ ഇസ്ലാമിനെതിരെ ഞാൻ ഇത്രയും കാലം നടത്തിയിരുന്നത് നിഴൽ യുദ്ധമാണെന്ന് ഇപ്പൊ എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ ഇത്രയും കാലം ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ സംസാരിച്ചതൊക്കെ അബദ്ധമായിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു. ഈ നബിതങ്ങൾ പ്രബോധനം ചെയ്യുന്ന ആശയങ്ങൾ അത് തന്നെയാണ് ഒരു പുരോഗമന സമൂഹത്തിന് പഥ്യമായിട്ടുള്ളതെന്നും അത്തരത്തിലുള്ള ഒരു സമീപനമാണ് ജനങ്ങൾ സ്വീകരിക്കേണ്ടതെന്നും ഓരോ ദിവസവും ആളുകൾ ഇങ്ങനെ കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ നമുക്കറിയാമല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മക്കത്തെ 13 കൊല്ലത്തെ സഹന സമരത്തിന്റെ ജീവിതം. അത് കഴിഞ്ഞ് മദീനയിലെത്തിയതിനു ശേഷം അല്പാൽപ്പം പ്രതിരോധങ്ങളും ആവശ്യമായിട്ടുള്ള തടവുകളുമെല്ലാമായി കുറച്ചു കാലത്തേക്ക് കൊണ്ടും കൊടുത്തും മുന്നോട്ട് പോയപ്പോഴുണ്ടായ പുരോഗതി, അതിന്റെ ക്ലൈമാക്സ് എന്നോണം ഹിജറയുടെ 8-ാം കൊല്ലം റമദാനിൽ 10,000 പടയാളികളോടൊപ്പം മക്കയിലെത്തി വിശുദ്ധ ഇസ്ലാമിന്റെ ഈറ്റില്ലമായി മക്കയെ കൂടി പ്രഖ്യാപിക്കാനുള്ള സൗഭാഗ്യത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തുകയാണ് ചെയ്തത് എന്ന് നമുക്കറിയാമല്ലോ. അതാണ് പറയുന്നത് വയഉബല്ലാഹു ഇല്ലാ യുത്തിമ നൂറഹു, അള്ളാഹുവിന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കലിനെ അല്ലാതെ അള്ളാഹു വിസമ്മതിക്കുന്നു. അഥവാ ഈ പ്രകാശം പൂർത്തിയാക്കുമെന്ന് അള്ളാഹു തആല തീരുമാനിച്ചിരിക്കുന്നു. വലൗ കരിഹൽ കാഫിറൂൻ, സത്യനിഷേധം വെറുത്താലും ശരി അവർക്കത് ഇഷ്ടമുണ്ടാവില്ല. പക്ഷെ അവരുടെ ഇഷ്ടം ആര് നോക്കാൻ? അള്ളാഹു അവന്റെ തീരുമാനം നടപ്പാക്കുക തന്നെ ചെയ്യും. അങ്ങനെയല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഹജ്ജത്തുൽ വദാ, നബി തങ്ങളുടെ അവസാനത്തെ ഹജ്ജ്, ആ ഹജ്ജ് വേളയിൽ അറഫയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ അള്ളാഹു തആല അവസരം നൽകിയല്ലോ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന.
നിങ്ങളുടെ മഹത്തായ ആ ദീനിനെ നിങ്ങൾക്ക് ഞാൻ ഇന്ന് സമ്പൂർത്തീകരിച്ചു തന്നിരിക്കുകയാണ്. ആ മതത്തിന്റേതായിട്ടുള്ള ആശയങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് എന്ന്. നോക്കൂ, ഈ മതത്തെ ഊതിക്കെടുത്താനും ഇതിനെ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യാനും എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ സാധുക്കളെന്ന് നമുക്കറിയാമല്ലോ. പക്ഷെ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം വൃഥാവിലാവുകയാണ്. ഇത്രയും കാലം അവരുണ്ടാക്കിക്കൊണ്ടുവന്ന എല്ലാ മനക്കോട്ടകളും മണൽക്കൂനകൾ കണക്കെ തകർന്നടിയുകയാണ്. അവരുടെ ചീട്ടുകൊട്ടാരങ്ങളെല്ലാം നിരാശയിൽ നിന്ന് നിലം പൊത്തുന്ന സാഹചര്യമാണ് അവർക്ക് കാണാൻ സാധിക്കുന്നത്. അതന്നെയാണ് അള്ളാഹു ഒന്നുകൂടി ഉറപ്പിച്ചു പറയുന്നത്, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ, സന്മാർഗവുമായി തന്റെ ദൂതനെ നിയോഗിച്ചവനാണ് അള്ളാഹു. ലിയുദ്ദീനിൽ ഹഖ്, സത്യമതവുമായും സന്മാർഗവുമായും അള്ളാഹു തആല നബി തങ്ങളെ നിയോഗിച്ചിട്ടുണ്ട് പ്രവാചകനായിട്ട്. എന്ന് പറഞ്ഞാൽ എന്താണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യസന്ധമായിട്ടുള്ള ഒട്ടനവധി പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹിയുടെ ഡയലോഗുകൾ, ഓരോ ദിവസവും നബി തങ്ങൾ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങൾ, ഒരു പക്ഷെ അന്നത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കിയാൽ അത്തരമൊരു പ്രഖ്യാപനത്തിന്റെ പുലർച്ചയിൽ ആർക്കും സംശയം തോന്നാം. പക്ഷെ അനധി വിദൂരമല്ലാത്ത ഭാവിയിൽ തന്നെ ആ പ്രഖ്യാപനം പുലരുന്ന കാഴ്ചകൾ ഇമ്പോസിബിൾ ആണ്, സാധ്യമല്ല എന്ന് വിചാരിച്ചിരുന്ന വിഷയങ്ങളൊക്കെ മുത്തനബിയുടെ പ്രഖ്യാപനത്തിന്റെ അതേ പുലർച്ചയായിട്ട് കാണാൻ അവർക്ക് സാധിക്കുന്ന സാഹചര്യങ്ങൾ അല്ലാഹു തആല ഉണ്ടാക്കി കൊടുത്തു. അതുകൊണ്ട് തന്നെ സത്യസന്ധമായിട്ടുള്ള പ്രസ്താവനകൾ, അതേപോലെ ശരിയായ വിശ്വാസം, ഉപകാരപ്രദമായ വിജ്ഞാനങ്ങൾ, അതുപോലെ തന്നെ ജീവിതത്തിന്റെ എല്ലാ വിഷയങ്ങളിലുമുള്ള ഒരു അച്ചടക്കത്തോടുകൂടെ കാര്യങ്ങളെ ക്രമീകരിക്കാൻ ആവശ്യമായിട്ടുള്ള മതബോധം, ഇതെല്ലാമാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു തആല നിയോഗിച്ചപ്പോൾ നബി തങ്ങളുടെ കൂടെ സമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് അള്ളാഹു തആല ഇട്ടുകൊടുത്തത്. ആ ഇട്ടുകൊടുത്ത എല്ലാ സംഗതികളും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വിധത്തിൽ അവർക്ക് പ്രതിഫലിപ്പിക്കാൻ മുത്തുനബിക്കായി ഉപകാരപ്രദമായ ഉപദേശങ്ങൾ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന നിർദ്ദേശങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ശ്രദ്ധയിലേക്ക് കൊടുത്തു. അവരതൊക്കെ നെഞ്ചേറ്റാൻ തയ്യാറായപ്പോൾ അവർ പുരോഗതിയുടെ പടവുകൾ ചവിട്ടിക്കയറുന്ന സാഹചര്യങ്ങളുണ്ടായി. അതാണ് അള്ളാഹു പറഞ്ഞത്, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, സന്മാർഗവും സത്യമതവുമായി തന്റെ ദൂതനെ നിയോഗിച്ചവനാകുന്നു അള്ളാഹു തആല. എന്തിനാണ് റസൂലുള്ളാഹിനെ അല്ലാഹു നിയോഗിച്ചത്? ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, എല്ലാ മതത്തെക്കാളും ഈ ഇസ്ലാം മതത്തെ അള്ളാഹു തആല വിജയിപ്പിച്ചു നിർത്താൻ. നോക്കൂ, ഈ ഇസ്ലാമിനെ തകർക്കാൻ മറ്റു മതങ്ങൾ ഒക്കെ കൂടെ കൂട്ടുപിടിച്ച് പലപ്പോഴും പല വിധത്തിലുള്ള ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. യഹൂദികളും നസാറാക്കളും അതുപോലെ തന്നെ മുശ്രിക്കുകളും അങ്ങനെ സകലമാന ഏടാകൂടങ്ങളും ഒരൊറ്റ മുന്നണിയുണ്ടാക്കി വിശുദ്ധ ഇസ്ലാമിനെ തകർക്കുക എന്ന ഏക ലക്ഷ്യത്തോടുകൂടെ പരമാവധി പണിയെടുത്തിട്ടുണ്ട്. പക്ഷേ ആ പണികളൊന്നും തന്നെ വർക്കൌട്ടായില്ല, അവർക്ക് വിജയിപ്പിക്കാനായില്ല. എന്നു മാത്രമല്ല, ചില ഘട്ടങ്ങളിലൊക്കെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കോ സഹാബത്തിനോ ചെറിയ വേദനകൾ ഉണ്ടാക്കാൻ അവർക്ക് പറ്റിയെങ്കിലും ആ വേദനയെ മറക്കാൻ പറ്റും വിധത്തിലുള്ള സന്തോഷങ്ങളുടെ മാലപ്പടക്കമാണ് പിന്നീട് വിശുദ്ധ ഇസ്ലാമിന്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. നോക്കൂ, മഹാനായ ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഇവിടെ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. സഹിഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഭവം. എന്താണ് ആ സംഭവം എന്ന് വെച്ചാൽ, അള്ളാഹിന്റെ റസൂല് പറയാണ്, ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും അള്ളാഹു സുബ്ഹാനഹു വ തആല മൊത്തം ഭൂമിയെ എനിക്കിങ്ങനെ എന്റെ കൈവെള്ളയിൽ വെച്ച് കാണാൻ പറ്റും വിധത്തിൽ അള്ളാഹു തആല ചുരുട്ടിത്തന്നു. ആ ചുരുട്ടിത്തന്ന ഭൂമിയുടെ എല്ലാ ഭാഗത്തും എന്റെ സമുദായത്തിന്റെ അധികാരവും എന്റെ സമുദായത്തിന്റെ സ്വാധീനവും എത്തുക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി പ്രഖ്യാപിച്ചു. നോക്കൂ, അന്നിപ്പോ ഇസ്ലാമിന്റെ പക്ഷത്തുള്ളത് വളരെ ചുരുങ്ങിയ പ്രദേശങ്ങൾ മാത്രം, മക്കയും മദീനയും അതേപോലുള്ള വിരലിലെണ്ണാവുന്ന പ്രദേശങ്ങൾ മാത്രമാണ്. ആ സമയത്ത് റസൂലുള്ളാഹി പറയാണ്, ഈ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈ മതത്തിന്റെ മഹിതമായ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ശക്തമായ മുന്നേറ്റത്തിന്, ആശയപരമായ പോരാട്ടത്തിന് വേദികൾ ഒരുക്കപ്പെടും. അവിടെയൊക്കെ ഈ മതത്തിന്റെ പറിച്ചറിയപ്പെടാൻ പറ്റാത്ത വിധമുള്ള സ്വാധീനം നടപ്പാക്കാൻ അല്ലാഹു തആല അവസരം തരുമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം അത് അങ്ങനെ തന്നെ പുലരുകയും മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലമാകുമ്പോഴേക്ക്, തന്റെ ഭരണം അവസാനത്തിലേക്ക് അടുക്കുമ്പോഴേക്ക് ഒട്ടനവധി പ്രദേശങ്ങളെ നിങ്ങൾ നോക്കൂ, ഒരു കാലത്ത് പേര് പറയാൻ പോലും എല്ലാവരും പേടിച്ചിരുന്ന സാമ്രാജ്യത്വ ശക്തികളായിരുന്നുവല്ലോ കിസ്റ ഇബ്നു ഹുർമുസ് എന്ന് പറയുന്ന ആ പേർഷ്യൻ ഭരണാധികാരി. ആ പേർഷ്യൻ ഭരണാധികാരിയുടെ കോട്ടകൊത്തളങ്ങൾ വിശുദ്ധ ഇസ്ലാമിന്റെ അധികാരത്തിന് കീഴിലേക്ക് വരികയും ആ കിസ്റ തകർന്ന് തരിപ്പണമാവുകയും ചെയ്യുമെന്ന പ്രഖ്യാപനം
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി. ആ പ്രഖ്യാപനം പിന്നീട് പുലർന്നു കണ്ടു. കിസ്റയും കൈസറും റോമും പേർഷ്യയും എല്ലാം വിശുദ്ധ ഇസ്ലാമിന്റെ ആ അധികാരത്തിന് കീഴിലേക്ക് കടന്നുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം സമൂഹത്തിന് സമ്മാനിക്കാൻ അല്ലാഹു തആല വിശ്വാസികൾക്ക് അവസരം നൽകി. അതാണ് അല്ലാഹു പറഞ്ഞത്, സത്യമതവും അതേപോലെ സന്മാർഗവുമായി തന്റെ പ്രവാചകരെ ഈ ഭൂമിയിലേക്ക് നിയോഗിച്ചവനാണ് അല്ലാഹു. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, എല്ലാ മതത്തെക്കാളും അതിജയിച്ച് ഈ ദീന് നിൽക്കാൻ വേണ്ടി. വലൗ കരിഹൽ മുശ്രികൂൻ, ബഹുദൈവാരാധകന്മാരത് വെറുത്താലും ശരി, അവർ ഇസ്ലാമിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്തണം, ഇസ്ലാമിനെ എത്രയും പെട്ടെന്ന് ഇല്ലായ്മ ചെയ്യണം എന്നാണ് അവരെ തീരുമാനം. പക്ഷെ അവർക്ക് അതിശക്തമായ നിരാശ സമ്മാനിച്ചുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിന്റെ അതിശീഘ്രമുള്ള വളർച്ചയാണ് അവർക്ക് കാണാൻ അള്ളാഹു വേദിയൊരുക്കിയത്. ഇതാണ് സത്യത്തിനെന്നും 16 എന്ന പ്രഖ്യാപനത്തിന്റെ പുലർച്ച. അള്ളാഹു നമ്മെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.